Hi all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രോബ്ലം ആണ്. In an election of two candidates, the candidate who gets 41% is rejected by a majority of 2,412 votes. Find the total number of votes polled. ഒരു ഇലക്ഷനിൽ രണ്ട് കാൻഡിഡേറ്റ്സ് ആണ് ഉള്ളത്. അതിൽ ഒരാൾക്ക് 41% കിട്ടിയിട്ട് ഫെയിൽ ആയിട്ടുണ്ട്. അതിൻ്റെ മെജോറിറ്റി വോട്ട് എന്ന് പറയുന്നത് 2,412 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എ എന്നും ബി എന്നും റെപ്രസെൻ്റ് ചെയ്യാം. എ എന്ന് പറയുന്ന ആൾക്ക് എത്ര വോട്ടാണ് കിട്ടിയിട്ടുള്ളത്? 41% ആണ്. ദെൻ ബി എന്ന് പറയുന്ന ആൾക്ക് അപ്പോൾ എത്ര ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? 100ൽ നിന്ന് 41 ലെസ് ചെയ്താൽ എത്രയാണ്? 59%. ദെൻ ഈ ഒരു മെജോറിറ്റി വോട്ട് എന്ന് പറയുന്നത് എന്താണ്? എക്കും ബിക്കും തമ്മിൽ കിട്ടിയ ഡിഫറൻസ് ആണ്. വോട്ടുകൾ തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ ഈ ഒരു മെജോറിറ്റി വോട്ട് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് നോക്കുക. അതായത് 41%ൻ്റെയും 59%ൻ്റെയും ഡിഫറൻസ് എത്രയാണ്? 18%. ഈ ഒരു 18% ആണ് നമുക്ക് തന്നിട്ടുള്ള മെജോറിറ്റി വോട്ട് എന്ന് പറയുന്നത് 2,412 എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് പോൾഡ് എത്രയാണെന്നാണ്. അപ്പോൾ നമുക്ക് പറയാം 100, അതായത് ഫുള്ളായിട്ടുള്ള വോട്ട് എത്രയെന്ന് കാണാൻ 100 ചെയ്യാം. ഇതിൻ്റെ കോമൺ ഫാക്ടർ കണ്ടെത്തിയാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 2,412നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 134 ആണ്. ഇതിൻ്റെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 134 ആണ്. സോ നമുക്ക് ഇതേ കോമൺ ഫാക്ടർ ഇവിടെ അപ്ലൈ ചെയ്യാം. സോ 134 × 100 എന്ന് പറയുമ്പോൾ 2 zeros കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 13,400 ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന ഈ ഒരു മെത്തേഡിലൂടെയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ചെക്ക് ഔട്ട് ചെയ്യുക.